ജെയ്സൺ സുന്ദരൻ മാത്രമല്ല ബുദ്ധിശാലിയുമാണ്. അവന്റെ ക്ലാസ്സിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും ഡ്രീം ബോയ് അവനാണ്. പക്ഷേ ജെയ്സൺ അവന്റെ ക്ലാസ്സിലെ ജീസു എന്ന പെണ്ണിനെയാണ് ഇഷ്ടം. ജീസു പാവപ്പെട്ട ഒരു കുട്ടിയായതുകൊണ്ട് ക്ലാസ്സിലെ എല്ലാവരും അവളോട് പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദിവസം അവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ജെയ്സൺ അവളെ തന്നെ നോക്കിയിരിക്കുന്നു. നോക്കുമ്പോൾ ജീസു പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ഉടനെ ജെയ്സൺ അവൾ അത് അറിയാതിരിക്കുന്നതിനായി അവളോട് ഡൗട്ട് ചോദിക്കുന്നത് പോലെ ആക്ട് ചെയ്യുന്നു. അവൾ അത് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും ജെയ്സൺ അവളെ നോക്കുന്നത് നിർത്താൻ കഴിയുന്നില്ല. അതിനുശേഷം അവൻ ബ്രേക്ക് ടൈമിൽ ജീസുവിനും കൂടി ഒരു ഡ്രിങ്ക് വാങ്ങി അവളുടെ അടുത്ത് വന്നിരിക്കുന്നു. പക്ഷെ അതവൾക്ക് കൊടുക്കാനുള്ള ധൈര്യം അവന് വരുന്നേയില്ല. കുറച്ചു സമയത്തിൽ ജീസു അവിടെ നിന്ന് പോയതും ആ ഡ്രിങ്കിനൊപ്പം അവൻ കയ്യിലെഴുതി കൊണ്ടുവന്ന വാക്കുകളും വേസ്റ്റ് ആവുന്നു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ ജെയ്സൺ തന്റെ അവസാന ആയുധം ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നു. അവൻ ക്ലാസ് കഴിഞ്ഞതും തന്റെ ഒരു ബുക്ക് ജീസു കാണുന്ന രീതിയിൽ ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ട് പോകുന്നു. അത് കണ്ടവൾ ആരും കാണാതെ ആ ബുക്ക് എടുത്ത് ജെയ്സന്റെ പേരെഴുതിയിരുന്ന ഭാഗം കീറിക്കളഞ്ഞിട്ട് അത് തന്റെ കോട്ടിനകത്ത് ഒളിച്ചു വെക്കുന്നു. കാരണം ജീസുവിന്റെ കയ്യിൽ ഈ ബുക്ക് വാങ്ങാനുള്ള കാശില്ല. അടുത്ത ദിവസം ജെയ്സൺ അവൻ കളഞ്ഞ ബുക്ക് ജീസുവിന്റെ ഡെസ്കിനടിയിൽ ഇരിക്കുന്നത് കാണുന്നു. അതേസമയം അവിടേക്ക് വന്ന ജീസു വേഗം തന്നെ അത് ഒളിച്ചു വെക്കുന്നു. ജെയ്സനും ഒന്നും കാണാത്തതുപോലെ ആക്ട് ചെയ്യുന്നു. പക്ഷെ ഓൾറെഡി എല്ലാം അവന്റെ പ്ലാൻ അനുസരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ മനഃപൂർവ്വം വരാൻ പോകുന്ന എക്സാമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് കുറച്ച് ബുക്സ് എടുത്ത് പുറത്തു വെക്കുന്നു. നോക്കുമ്പോൾ അവൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ ജീസു അത് കണ്ട് അതിലൊരു ബുക്ക് കടമായി ചോദിക്കുന്നു. നോർമലി ഈ സിറ്റുവേഷനിൽ എല്ലാവരും എസ് എന്നാണ് പറയുന്നത്. പക്ഷേ ജെയ്സൺ ഇതെല്ലാം എന്ന് പഠിക്കാനായി തനിക്ക് വേണമെന്ന് പറയുന്നു. അത് കേട്ടതും ജീസുവിന് വിഷമം തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് ജെയ്സൺ ക്ലാസ് കഴിയുമ്പോൾ ലൈബ്രറിയിലിരുന്ന് പഠിക്കാൻ പോവുകയാണ്, നീയും വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ ആലോചിക്കാൻ തുടങ്ങിയ ജീസു വേറെ വഴിയില്ലാതെ അതിന് സമ്മതിക്കുന്നു. അതേസമയം ജെയ്സൺ അവൾക്ക് മുന്നിൽ സൈലന്റ് ആയിരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണെങ്കിലും അവന്റെ മനസ്സിൽ അതിയായ സന്തോഷം തോന്നുന്നു.